രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വത്തിൽ അനിശ്ചിതത്വം തുടരുന്ന പശ്ചാത്തലത്തിൽ കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം ഇന്ന് ചേരും. ദില്ലിയിൽ സോണിയാഗാന്ധിയുടെ വസതിയിൽ രാവിലെ 11 മണിക്കാണ് യോഗം. ദക്ഷിണേന്ത്യയിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നതിനെക്കുറിച്ച് പ്രവർത്തക സമിതി യോഗം ചർച്ച ചെയ്യും. വൈകുന്നേരം ചേരുന്ന തെരഞ്ഞെടുപ്പ് സമിതി യോഗം വയനാട്, വടകര സീറ്റുകളിൽ തീരുമാനം എടുക്കുമെന്നും സൂചന. വിവരങ്ങളുമായി സന്തോഷ് ചേരുകയാണ്. സന്തോഷ്, 11 മണിക്കാണ് പ്രവർത്തക സമിതി യോഗം ആരംഭിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. എന്തായിരിക്കും പ്രധാന ചർച്ചാ വിഷയം? രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്ന കാര്യത്തിൽ ഇന്ന് വൈകിട്ടോടെ തീരുമാനമുണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? പ്രിയ, 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കോൺഗ്രസിന്റെ പ്രകടന പത്രികയ്ക്ക് അന്തിമ രൂപം നൽകുക എന്ന പ്രധാനപ്പെട്ട അജണ്ടയോട് കൂടിയാണ് ഇന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത്. 11 മണിക്ക് യോഗം ആരംഭിക്കും. എല്ലാ പ്രവർത്തക സമിതി അംഗങ്ങളും ഇതിനായി ഡൽഹിയിലെത്തി. അജണ്ടയ്ക്ക് പുറമെ AICC അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം ചിലപ്പോൾ പ്രവർത്തക സമിതി യോഗം ചർച്ച ചെയ്തേക്കാം. നിലവിൽ അജണ്ടയായി പ്രവർത്തക സമിതി യോഗത്തിന് മുമ്പിൽ ആ വിഷയമില്ല. പക്ഷെ എന്നാൽ പോലും AICC അധ്യക്ഷന്റെ സ്ഥാനാർത്ഥിത്വം വലിയ വിവാദവും ചർച്ചയുമായിരിക്കുന്ന സാഹചര്യത്തിൽ അത് കോൺഗ്രസ് ചർച്ചയ്ക്ക് എടുത്തേക്കാം. നല്ലൊരു തീരുമാനം എല്ലാ പ്രവർത്തക സമിതി അംഗങ്ങളും അവരുടെ അഭിപ്രായമായി പറയാം. അതിനുശേഷമായിരിക്കും ഒരു തീരുമാനം എടുക്കാം. അങ്ങനെയെങ്കിൽ ഇന്ന് വൈകുന്നേരം തെരഞ്ഞെടുപ്പ് സമിതി യോഗം ചേരുന്നുണ്ട്. 10ാമത്തെ സ്ഥാനാർത്ഥി പട്ടിക കൂടി ഇനി കോൺഗ്രസ് ഇറക്കണം. ആ സ്ഥാനാർത്ഥി പട്ടികയിൽ കേരളത്തിൽ ഒഴിച്ചിട്ടിരിക്കുന്ന വയനാട്, വടകര സീറ്റുകളുടെ പ്രഖ്യാപനം നടത്തിയേക്കും. ഈ പ്രവർത്തക സമിതി യോഗം രാഹുലിന് മത്സരിക്കാൻ അനുമതി നൽകുകയാണെങ്കിൽ സ്വാഭാവികമായും വൈകുന്നേരത്തെ സ്ഥാനാർത്ഥി പട്ടികയിൽ രാഹുലിന്റെ പേരുണ്ടാകും. അല്ല എങ്കിൽ നേരത്തെ നിശ്ചയിച്ച സ്ഥാനാർത്ഥികളുടെ പേരോട് കൂടി തന്നെ ഇന്ന് വയനാട്, വടകര സീറ്റുകളുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം പുറത്തു വരികയും ചെയ്യും. KC വേണുഗോപാൽ, AK ആന്റണി തുടങ്ങിയവരാണ് ഈ പ്രവർത്തക സമിതി ഉള്ളത്. അതുകൂടാതെ ആന്ധ്രാപ്രദേശിന്റെ ചുമതല എന്ന പേരിൽ ഉമ്മൻചാണ്ടി പ്രവർത്തക സമിതിയിലുണ്ട്. പക്ഷെ അദ്ദേഹം ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കുന്നില്ല. അദ്ദേഹം കേരളത്തിൽ തന്നെയാണ് ഉള്ളത്. കഴിഞ്ഞ ദിവസം ഉമ്മൻചാണ്ടിയാണ് രാഹുൽ ഗാന്ധി മത്സരിക്കും എന്ന് ആദ്യമായി പറയുന്നതും. എന്നാൽ അതിനുശേഷം വലിയ വിവാദങ്ങളുണ്ടായി. PC ചാക്കോ അടക്കമുള്ളവർ എതിർത്തുകൊണ്ട് രംഗത്തെത്തി. അങ്ങനെ ഒരു ഉറപ്പും രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടില്ല. അത് വ്യക്തതയില്ലാത്തതും അത്തരമൊരു എടുത്തുചാട്ടം ശരിയല്ല എന്നുമായിരുന്നു പല നേതാക്കളുടെ അഭിപ്രായം. ഹൈക്കമാൻഡും ഇതിലൊരു രാഷ്ട്രീയ പ്രശ്നം കാണുന്നുണ്ട്. കാരണം രാഹുൽ ഗാന്ധി കേരളത്തിലേക്ക് മത്സരിക്കുമ്പോൾ BJP അല്ല മുഖ്യ എതിരാളി, ഇടതുപക്ഷമാണ് മുഖ്യ എതിരാളി എന്ന വ്യാഖ്യാനം ഉണ്ടാകും. കാരണം BJP അപ്രസക്തമായ ഒരു സംസ്ഥാനമാണ് കേരളം. ഒറ്റ സീറ്റ് പോലും ലഭിച്ചിട്ടില്ല അവർക്കിവിടെ. അവിടെയാണ് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത്. സ്വാഭാവികമായും BJPക്കെതിരായ പോരാട്ടം തെരഞ്ഞെടുപ്പിൽ മാറ്റിവെച്ചു എന്ന ആരോപണം കേൾക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഹൈക്കമാൻഡിൽ വലിയ അതൃപ്തിയുണ്ട്, രണ്ട് അഭിപ്രായമുണ്ട്, വലിയ കലാപങ്ങളുണ്ട്. അത് ഇന്നത്തെ ഈ പ്രവർത്തക സമിതി യോഗം അത് ചർച്ച ചെയ്ത് തീരുമാനിക്കണം. അല്ല എങ്കിൽ തെരഞ്ഞെടുപ്പ് സമിതിക്ക് എന്തായാലും ഇന്നത്തോടു കൂടി ഒരു തീരുമാനം ഇത് സംബന്ധിച്ചുണ്ടാകും. ശരി, ഇന്ന് 11 മണിക്ക് സോണിയാഗാന്ധിയുടെ വസതിയിൽ കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം ചേരും. ഈ യോഗത്തിൽ എന്തായാലും രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്ന കാര്യത്തിൽ ചർച്ച ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. അജണ്ടയിൽ ഇക്കാര്യം ഇല്ലെങ്കിൽ പോലും വൈകിട്ടോടെ ഇക്കാര്യത്തിൽ വ്യക്തമായ ഒരു തീരുമാനം പുറത്തു വരുമെന്നും പ്രതീക്ഷിക്കാം. വിവരങ്ങളാണ് സന്തോഷ് സർലിംഗ് ദില്ലിയിൽ നിന്നും നൽകിയത്. അതേസമയം രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് AICC ജനറൽ സെക്രട്ടറി ഉമ്മൻചാണ്ടി. രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് ഐക്യകണ്ഠേനയാണ് ആവശ്യം ഉന്നയിച്ചതെന്നും ഇത് സംബന്ധിച്ച തീരുമാനം ഇന്നുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു. PC ചാക്കോയുടെ വിമർശനത്തിന് ഉമ്മൻചാണ്ടി പ്രതികരിച്ചില്ല. രാഹുൽജി കേരളത്തിൽ നിന്ന് മത്സരിക്കണമെന്ന് ശക്തമായിട്ട് സംസ്ഥാന നേതൃത്വം ഒന്നടങ്കം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ ആവശ്യം അംഗീകരിക്കണമെന്നുള്ളതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പരിഗണനയിലാണ്. ഇന്ന് തീരുമാനം ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിലിരിക്കുകയാണ്. എല്ലാ പ്രതീക്ഷയും അദ്ദേഹം സംസ്ഥാനത്തു നിന്നുള്ള ഈ ആവശ്യം ഉൾക്കൊള്ളുമെന്നുള്ള പ്രതീക്ഷയാണുള്ളത്. ആ സ്ഥാനത്തേക്ക് സ്ഥാനാർത്ഥിയായിട്ട് ഉയർന്നു വന്നിരുന്ന പേര് T സിദ്ദിഖിൻ്റെയാണ്. അദ്ദേഹം തന്നെ അത് സ്വാഗതം ചെയ്യുകയും അവിടെ ഇലക്ഷൻ കമ്മിറ്റി രൂപീകരിക്കാൻ കൂടിയ യോഗം രാഹുൽജിയെ സ്വാഗതം ചെയ്തുകൊണ്ട് അവിടെ പ്രകടനം നടത്തി പിരിയുകയുമാണ് ചെയ്തിട്ടുള്ളത്. നിശ്ചയമായിട്ടും രാഹുൽജി അനുകൂലമായി പരിഗണിക്കുമെന്ന് പൂർണ്ണ വിശ്വാസമാണ്.
RSPയുടെ തട്ടകമായ ചവറയിൽ RSPയിൽ നിന്ന് കൂട്ടരാജി. നീണ്ടകര മുൻ പഞ്ചായത്ത് പ്രസിഡന്റും പഞ്ചായത്ത് മെമ്പറും ഉൾപ്പെടെ 100ഓളം കുടുംബങ്ങളാണ് RSPയിലെ അധികാര വടവലിയിലും പാർലമെന്റേറിയൻ മോഹത്തിനും പ്രതിഷേധിച്ച് പാർട്ടി വിട്ട് CPIയുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചത്. ഈ ചവറ മുതൽ ചവറ വരെ നീണ്ടു നിൽക്കുന്ന പാർട്ടിയാണ് RSP എന്നാണ് പൊതുവിൽ പറയപ്പെടുന്നത്. കേരള കോൺഗ്രസിനെ പറയുന്ന പോലെ RSP അങ്ങനെയാണ് പറയുന്നത്. പക്ഷേ ഈ എന്തുകൊണ്ട് RSPയുടെ ഒരു തട്ടകമായ കരിമണലിന്റെ ഭൂമിയിൽ നിന്ന് RSP ഇപ്പോൾ അതല്ല, ആ വേര് അറുത്തുകൊണ്ട് വരാൻ വേണ്ടി മാത്രമുള്ള ഒരു അത്രയും പ്രതിസന്ധി RSPയിലുണ്ടോ? സഖാവ് ബേബി ജോൺ നേതൃത്വപരമായ പങ്കുവച്ച കാലയളവിൽ 6 MLAമാരും നിരവധി പഞ്ചായത്ത് പ്രസിഡന്റുമാരും ബ്ലോക്ക് പ്രസിഡന്റുമാരടക്കമാളും 2 MPമാരും അടങ്ങിയിട്ടുള്ള പ്രസ്ഥാനം എന്നുള്ള നിലയിൽ അതിനെ നയിച്ചിട്ടുണ്ടെങ്കിൽ സഖാവ് ബേബി ജോണിന്റെ കാലം കഴിഞ്ഞപ്പോൾ ഇത്തരം ചിന്താഗതിക്കാരെ അധികാരം കൈയടക്കുവാൻ ശ്രമിച്ചുകൊണ്ട് അവരുടെ സ്വാർത്ഥ താല്പര്യം സംരക്ഷിക്കുവാനുള്ള പരിശ്രമവുമായി മുമ്പോട്ട് പോയതിന്റെ ഫലമാണ് ഇത്തരം ഒരു അവസ്ഥ ഈ പാർട്ടിയെ സംബന്ധിച്ചോളം വന്നു ഭവിച്ചിട്ടുള്ളതെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. RSPക്കുള്ളിൽ, അതായത് ഈ നേതാക്കന്മാർ, RSPയിലെ നേതാക്കന്മാർ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടോ ഈ UDFയിലേക്ക് പോയത്? എപ്പോഴും ഉണ്ടല്ലോ. അതിന്റെ യഥാർത്ഥമായ തെളിവാണല്ലോ ഷിബു ബേബി ജോൺ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ തോറ്റുപോയത്. എപ്പോഴും പാർട്ടി കൈയടക്കുവാൻ വേണ്ടിയുള്ള പ്രേമേന്ദ്രന്റെ വളരെ മോശപ്പെട്ട അഭിപ്രായം, അല്ലെ മോശപ്പെട്ട തീരുമാനവും മോശപ്പെട്ട നീക്കവുമാണല്ലോ ഷിബു ബേബി ജോൺ ചവറ നിയോജകമണ്ഡലത്തിൽ കഴിഞ്ഞ പ്രാവശ്യം തോറ്റത്. ഷിബു ബേബി ജോണിന് അനുകൂലമായി പ്രേമേന്ദ്രൻ വോട്ട് പിടിച്ചിട്ടില്ല എന്ന് വ്യക്തമായ ധാരണയുള്ളവരാണ് ഞങ്ങൾ. അതിന് അടിസ്ഥാനപരമായ ഒട്ടനവധി കാരണങ്ങളുമുണ്ട്. ഷിബു ബേബി ജോൺ പരാജയപ്പെട്ടെങ്കിൽ മാത്രമേ പാർട്ടി പ്രേമേന്ദ്രന്റെ കൈക്കുള്ളിൽ അമർത്തുവാൻ കഴിയൂ എന്നുള്ള അന്ധമായ ധാരണ, അന്ധമായ തീരുമാനവുമായി മുമ്പോട്ട് പോയിട്ടുള്ള ആളാണെന്ന് വ്യക്തിപരമായി പ്രേമേന്ദ്രനോട് ഏറ്റവും കൂടുതൽ അടുപ്പമുള്ള ആളെന്നുള്ളത് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ള വിഷയമാണ്. RSPയിൽ ഇപ്പോഴും ഇതുപോലെ നിരവധി പേരുണ്ടോ ഇങ്ങനെ ആൾക്കാർ? ഞങ്ങളുടെ കൂടെ തന്നെ ഒട്ടനേകം ആൾക്കാർ രാജിവെടുത്തു. നീണ്ടകരയിൽ തന്നെ 100 കണക്കിന് ചെറുപ്പക്കാരാണ്, 100 കണക്കിന് കുടുംബങ്ങളാണ്. അതുപോലെ തന്നെ ചവറ നിയോജക മണ്ഡലത്തിൽ ആകമാനം എല്ലാ പഞ്ചായത്തിലും ഇത്തരം വിഷയങ്ങളിൽ അസഹിഷ്ണുത പൂണ്ട ഒട്ടനവധി ചെറുപ്പക്കാരും ഒട്ടനവധി കുടുംബങ്ങളും ഇപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയിലേക്ക് ചേർന്ന് പ്രവർത്തിക്കുവാൻ തീരുമാനമെടുത്ത് മുമ്പോട്ട് വന്നിട്ടുണ്ട്. അതേസമയം ആ RSPയുടെ തട്ടകമായ ചവറയിൽ നിന്നാണ് ഇപ്പോൾ കൂട്ടരാജി ഉണ്ടായിരിക്കുന്നതും. അധികാര തർക്കമാണ് പ്രശ്നം. പ്രേമേന്ദ്രനും ഷിബു ബേബി ജോണും RSPയിൽ അധികാരം കൈയടക്കാൻ തുടങ്ങിയതാണ് RSPയുടെ പതനത്തിന് കാരണമെന്ന് വിട്ടുവന്നവർ ആരോപിക്കുന്നു. ചവറയിൽ നിന്ന് ക്യാമറമാൻ പ്രമോദ് പന്നിയോടിനൊപ്പം രാജ്കുമാർ. ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന രാജ്യത്തെ 91 ലോക്സഭാ സീറ്റുകളിൽ നാമനിർദ്ദേശ പത്രിക നൽകാനുള്ള അവസാന തീയതി ഇന്ന്. ആന്ധ്രാപ്രദേശ്, തെലങ്കാന എന്നീ സംസ്ഥാനങ്ങളിലെ ഭൂരിഭാഗം സീറ്റുകളിലും ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. നാളെയാണ് നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന. ആദ്യഘട്ടം തെരഞ്ഞെടുപ്പ് നടക്കുന്ന 20 സംസ്ഥാനങ്ങളിലെ 91 സീറ്റുകളിലേക്ക് നാമനിർദ്ദേശ പത്രിക നൽകാനുള്ള സമയമാണ് ഇന്ന് അവസാനിക്കുക. ആന്ധ്രാപ്രദേശ് 25, തെലങ്കാന 17, ഉത്തർപ്രദേശ് 10, മഹാരാഷ്ട്ര 7, അസം, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിലെ 5 സീറ്റുകൾ, ബീഹാർ, ഒഡീഷ സംസ്ഥാനങ്ങളിലെ 4 സീറ്റുകൾ, അരുണാചൽ പ്രദേശ്, ജമ്മു കശ്മീർ, മേഘാലയ, പശ്ചിമ ബംഗാൾ എന്നിവിടങ്ങളിലെ 2 സീറ്റുകൾ, മണിപ്പൂർ, ഛത്തീസ്ഗഡ്, നാഗാലാൻഡ്, ത്രിപുര, സിക്കിം, മിസോറാം എന്നീ സംസ്ഥാനങ്ങളിലെ ഓരോ വീതം സീറ്റുകളിലുമാണ് ഇന്ന് വൈകുന്നേരം വരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനാവുക. ലക്ഷദ്വീപിലെയും ആൻഡമാൻ നിക്കോബാറിലെയും ഓരോ സീറ്റുകളിലും ഇന്ന് വൈകുന്നേരം വരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം. നാളെയാണ് നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന. മാർച്ച് 28 വരെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനാകും. ഇതോടെ 91 സീറ്റുകളിലെ തെരഞ്ഞെടുപ്പ് ചിത്രവും വ്യക്തമാകും. മാർച്ച് 18-നായിരുന്നു ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം രാഷ്ട്രപതി ഇറക്കിയത്. ഏപ്രിൽ 11-നാണ് ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പ്. ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന 91 സീറ്റുകളിലേറെയും 2014-ൽ BJP വലിയ മേൽക്കൈ നേടിയ സീറ്റുകളാണ്. 92 സീറ്റുകൾ BJP സ്വന്തമാക്കിയപ്പോൾ കോൺഗ്രസ് ആകട്ടെ കേവലം 9 സീറ്റുകളാണ് നേടിയത്. മറ്റു പാർട്ടികളെല്ലാം ചേർന്ന് 50 സീറ്റുകളും നേടി. ന്യൂസ് ബ്യൂറോ, ദില്ലി. ആലപ്പുഴ കണ്ടംകരി പാടശേഖരത്തിൽ BMS നെല്ല് സംഭരണം തടസ്സപ്പെടുത്തുന്നു. തൊഴിൽ പ്രശ്നം പറഞ്ഞാണ് നെല്ല് സംഭരണം തടസ്സപ്പെടുത്തുന്നത്. വിവരങ്ങളുമായി ഷാജഹാൻ ചേരുകയാണ്. ഷാജഹാൻ, BMS ഇത്തരത്തിൽ നെല്ല് സംഭരണം തടസ്സപ്പെടുത്തുന്നത് എന്തിനാണ്? അവർ പറയുന്ന കാരണം എന്താണ്? പ്രിയ, കൂടുതൽ തൊഴിലാളികളെ നിർത്തണമെന്നൊരാവശ്യവുമായിട്ടാണ് BMSന്റെ നേതാക്കൾ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസമായിട്ട് ഈ തൊഴിൽ പ്രശ്നം ഇത്തരത്തിൽ തന്നെ നീളുകയാണ്. ഇതുമൂലം ഇപ്പോൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ഈ പ്രദേശത്തെ കർഷകരാണ്. കാരണം ഈ കർഷകർക്ക് ഈ ഇത്തരത്തിൽ തടസ്സം വരുന്നത് കൊണ്ട് നെല്ല് സംഭരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ്. കാലാവസ്ഥ ഇപ്പോൾ അനുകൂലമായി നിൽക്കുകയാണ്.
ഒരു പക്ഷേ മഴയോ മറ്റോ പെയ്തു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും ഈ നെല്ലൊക്കെ തന്നെ നഷ്ടപ്പെടുന്ന ഒരു സ്ഥിതിയാണ്. നെല്ല് കൊയ്ത്തു കഴിഞ്ഞ സാധാരണ പാടശേഖരങ്ങളിൽ തന്നെയാണ് കൊയ്തു കഴിഞ്ഞാൽ പാടശേഖരങ്ങളിൽ നെല്ല് കെട്ടിക്കിടക്കുക. ഈ നെല്ല് വന്ന് സംഭരിക്കുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിൽ നെല്ല് സംഭരിക്കാനായിട്ട് ആളുകൾ എത്തിയെങ്കിലും അല്ലെങ്കിൽ സംഭരിക്കാനായിട്ട് സർക്കാർ സംവിധാനമൊക്കെ തയ്യാറാണെങ്കിലും ഈ നെല്ല് ഇവിടുന്ന് കയറ്റി ലോറിയിലേക്ക് കയറ്റാനായിട്ട് ഇപ്പോൾ BMS തൊഴിലാളികൾ അനുവദിക്കുന്നില്ല. അതിന്റെ പേരിലാണ് ഇപ്പോൾ തർക്കം നിലനിൽക്കുന്നത്. കഴിഞ്ഞ 2 ദിവസമായിട്ട് ഇത്തരത്തിലുള്ള തർക്കമുണ്ട്. പോലീസും മറ്റും ഇടപെട്ടിട്ടും പ്രശ്നം പരിഹരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് കർഷക തൊഴിലാളികൾ പറയുന്നത്. എന്തായാലും കർഷകരെ വളരെയധികം ദോഷകരമായി ബാധിക്കാവുന്ന ഒരു വിഷയം കൂടിയാണ്. അടിയന്തരമായിട്ട് ബന്ധപ്പെട്ട ലേബറിന്റെയും മറ്റും ഒരു ശ്രദ്ധ ഉണ്ടാകണമെന്നുള്ളതാണ് ഇപ്പോൾ കർഷകരും മറ്റും പറയുന്നത്. ഈ കർഷകരുടെ ഈ ആവശ്യം ഇപ്പോൾ അധികൃതരെ അറിയിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിന് ഉടൻ തന്നെ ഒരു പരിഹാരം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാമോ? പ്രിയ, കഴിഞ്ഞ 2 ദിവസമായിട്ട് ഈ പ്രശ്നം തുടരുകയാണ്. ലേബർ വിഭാഗത്തെയും മറ്റും ഇവർ ഈ വിവരം അറിയിച്ചിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് കർഷകർ പറയുന്നത്. ഇത്തരത്തിൽ ഈ പ്രശ്നം ഏത് വിധേനയും പരിഹരിച്ചില്ലെങ്കിൽ ലക്ഷങ്ങളുടെ നഷ്ടമായിരിക്കും കർഷകർക്ക് ഉണ്ടാകുക. കാര്യം കെട്ടിക്കിടക്കുന്ന ഈ നെല്ലിൽ മഴവെള്ളം വീണ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ജലാംശം കൂടിക്കഴിഞ്ഞാൽ നെല്ല് സംഭരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാവും. ഇത് തന്നെയാണ് കർഷകരെയും ഇപ്പോൾ ആശങ്കയിലാക്കുന്നത്. ഇത്തരത്തിലാണ് പ്രശ്നം ഇപ്പോൾ ഇവിടെ സങ്കീർണമായിരിക്കുന്നത്. എന്നാലും BMS വളരെയധികം ഭീഷണി മുഴക്കിക്കൊണ്ടാണ് നെല്ല് സംഭരിക്കാൻ ആരെയും അനുവദിക്കാതെ നെല്ല് എടുക്കത്തില്ല അല്ലെ എടുപ്പിക്കത്തില്ല എന്നൊരു നിലപാടുമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നത്. ശരി, ആലപ്പുഴ കണ്ടങ്കരി പാടശേഖരത്തിൽ നെല്ല് സംഭരണം BMS തടസ്സപ്പെടുത്തുന്നു. വിശദാംശങ്ങളാണ് ഷാജഹാൻ നൽകിയത്. വയനാട് ചീയമ്പത്ത് 3 വരെ ആക്രമിച്ച കടുവ കൂട്ടിൽ വീണു. വനംവകുപ്പ് കാട്ടിൽ സ്ഥാപിച്ച കൂട്ടിലാണ് കടുവ വീണത്. വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ ഇന്ന് പുലർച്ചെയോടെയാണ് കടുവ കുടുങ്ങിയത്. കടുവയെ പിടികൂടി പ്രദേശത്ത് നിന്ന് മാറ്റിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കടുവയുടെ ആക്രമണത്തിൽ ചീയമ്പം സ്വദേശി ഷാജന് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. അനൂപ് ചേരുകയാണ് വിവരങ്ങളുമായി. അനൂപ്, കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി പ്രദേശത്ത് വളരെയധികം ഭീതി പരത്തിയിരുന്ന കടുവയാണ് ഇപ്പോൾ കൂട്ടിൽ കുടുങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ കടുവയെ വനപാലകരുടെ കൈവശമാണോ, അതിനെ വനത്തിലേക്ക് വിട്ടു കഴിഞ്ഞോ? എന്താണ് പുതിയ വിവരങ്ങൾ? പുൽപ്പള്ളി ഇരുളത്ത് കഴിഞ്ഞ ദിവസം വനപാലക സംഘത്തെ ആക്രമിച്ച കടുവയാണ് കഴിഞ്ഞ ദിവസം സംഘം സ്ഥാപിച്ച 2 കൂടുകളിലൊന്നിൽ ഇന്ന് പുലർച്ചെ കുടുങ്ങിയത്. കഴിഞ്ഞ ദിവസം ഈ കടുവയെ തിരച്ചിൽ നടത്തിയിരുന്ന 4 വാച്ചർമാരെയാണ് കടുവ ആക്രമിച്ചിരുന്നത്. ഇതേ തുടർന്ന് വലിയ പ്രതിഷേധം പ്രദേശത്തുണ്ടായി. ബത്തേരി പുൽപ്പള്ളി ദേശീയപാത ഉപരോധിക്കുന്ന അടക്കമുള്ള സമരങ്ങളിലേക്ക് നാട്ടുകാരുടെ പ്രതിഷേധം വളർന്നു. ഇതിനെ തുടർന്ന് നടത്തിയ ചർച്ചയിലാണ് കടുവയെ കൂടുവെച്ച് പിടികൂടാമെന്നൊരു നിർദ്ദേശം വനവകുപ്പ് ഉദ്യോഗസ്ഥർ വെച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ വനമേഖലയിൽ 2 കൂടുകൾ സ്ഥാപിച്ചു. ഇതിലൊരു കൂട്ടിലാണ് ഇന്ന് പുലർച്ചെ കടുവ കുടുങ്ങിയത്. ഈ കടുവയെ ഇപ്പോൾ ബത്തേരിയിലെ ഫോറസ്റ്റ് ഓഫീസിൽ വൈൽഡ് ലൈഫ് വാർഡിന്റെ ഓഫീസിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. കടുവയ്ക്ക് 13 വയസ്സ് പ്രായമുണ്ട്. പരിക്കേറ്റ കടുവയാണ്. ഇതിനാലാണ് ജനവാസ മേഖലകളിൽ കടുവ ഇറങ്ങിയതെന്നാണ് വനവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഏതായാലും കടുവയ്ക്ക് വിദഗ്ധ ചികിത്സ നൽകാനുള്ള തയ്യാറെടുപ്പിലാണ് വനംവകുപ്പ്. അല്പസമയത്തിനകം അതിനുള്ള നടപടികൾ സ്വീകരിക്കും. ഇപ്പോൾ വനംവകുപ്പിന്റെ ബത്തേരിയിലെ വൈൽഡ് ലൈഫ് വാർഡിന്റെ ഓഫീസാണ് കടുവയുള്ളത്. കഴിഞ്ഞ ദിവസം കടുവയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ 2 പേർക്ക് നഷ്ടപരിഹാരം നൽകുന്ന അടക്കമുള്ള തീരുമാനങ്ങൾ കഴിഞ്ഞ ദിവസം തന്നെ വനംവകുപ്പ് സ്വീകരിച്ചിരുന്നു. ഏതായാലും ഇരുളം മേഖലയിൽ ബത്തേരി പുൽപ്പള്ളി ഇരുളം മേഖലയിൽ ദിവസങ്ങളായി ഭീതി പരത്തിയ കടുവയാണ് പിടിയിലായത്. ഇതോടെ പ്രദേശത്തുകാർക്ക് ആശ്വാസമുള്ള വാർത്തയാണ് ഇന്ന് രാവിലെ പുറത്തു വന്നത്. കടുവ പിടിയിലായിരിക്കുന്നു. ഈ കടുവയ്ക്ക് വിദഗ്ധ ചികിത്സ നൽകാനുള്ള തയ്യാറെടുപ്പിലാണ് വനംവകുപ്പ് ഇപ്പോൾ ബത്തേരി. വയനാട്ടിൽ ദിവസങ്ങളായി ഭീതി പരത്തിയിരുന്ന കടുവ കൂട്ടിൽ കുടുങ്ങിയിരിക്കുകയാണ്. വനപാലകർ സ്ഥാപിച്ച കൂട്ടിലാണ് ഇപ്പോൾ കുടുങ്ങിയിരിക്കുന്നത്. 13 വയസ്സുള്ള കടുവയാണ് കുടുങ്ങിയത്. വിവരങ്ങളാണ് അനൂപ് നൽകിയത്. സംസ്ഥാനത്ത് സൂര്യാഘാത മുന്നറിയിപ്പ് തുടരുന്നു. 11 ജില്ലകളിൽ ഇന്നും നാളെയും ചൂട് വീണ്ടും കൂടുമെന്ന മുന്നറിയിപ്പ്. പകൽ 11 മണി മുതൽ ശേഷം 3 മണി വരെ ആരും സൂര്യതാപം നേരിട്ട് ഏൽക്കരുതെന്ന് ആരോഗ്യവകുപ്പും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇന്നലെ മാത്രം 10 പേർക്കാണ് സംസ്ഥാനത്ത് സൂര്യാഘാതം ഏറ്റത്. ന്യൂസിലാൻഡിൽ വെടിവയ്പിൽ മരിച്ച ആൻസി അലി ബാവയുടെ മൃതദേഹം ഇന്ന് പുലർച്ചെ 3:15 നെടുമ്പാശ്ശേരിയിൽ എത്തിച്ചു. MLA-മാരായ അൻവർ സാദത്ത്, ഹൈബി ഇടൻ, ഇബ്രാഹിം കുഞ്ഞ്, റോജി M. ജോൺ, ഇരിങ്ങാലക്കുട RDO കാർത്തിയായനി ദേവി, മുൻ MLA ബെന്നി ബഹനാൻ, ബന്ധുമിത്രാദികൾ എന്നിവർ ചേർന്ന് ആൻസി അലി ബാവയുടെ മൃതദേഹം ഏറ്റുവാങ്ങി. കൊടുങ്ങല്ലൂർ മേത്തല കമ്മ്യൂണിറ്റി ഹാളിൽ രാവിലെ 10:30 വരെ മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കും. തുടർന്ന് 11 മണിക്ക് ചേരമാൻ ജുമാ മസ്ജിദിൽ ഖബറടക്കും.
ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലം LDF സ്ഥാനാർത്ഥി ഡോക്ടർ എ സമ്പത്ത് വാഹന പ്രചരണം ആരംഭിച്ചു. കടന്നുവരുന്ന വഴികളിലെല്ലാം തങ്ങളുടെ പ്രിയ സഖാവിനെ കാണാൻ നിരവധി പേരാണ് കാത്തുനിൽക്കുന്നത്. അതേസമയം ഒന്നാം ഘട്ട പ്രചരണം അവസാനിച്ചെന്നും തെരഞ്ഞെടുപ്പിൽ ആശങ്കകൾ ഒന്നുമില്ലെന്നും UDF സ്ഥാനാർത്ഥി അടൂർ പ്രകാശ് പറഞ്ഞു. പരിചയപ്പെടുത്തലുകൾ ആവശ്യമില്ലാത്ത നമുക്കറിയാവുന്ന, നമ്മളെ അറിയാവുന്ന, ഈ നാടിനെ അറിയാവുന്ന നമ്മുടെ സമ്പത്ത് കടന്നു വരികയാണ്. ഡോക്ടർ എ സമ്പത്ത് കടന്നു വരികയാണ്. ഇന്നലെ രാവിലെ 8 മണിക്ക് ആറ്റിങ്ങൽ നിയമസഭാ മണ്ഡലത്തിലെ മണനാക്കിൽ നിന്നാണ് LDF സ്ഥാനാർത്ഥി ഡോക്ടർ എ സമ്പത്ത് വാഹന പ്രചരണം ആരംഭിച്ചത്. സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി കടന്നുവന്നിടങ്ങളിലെല്ലാം വലിയ ആൾക്കൂട്ടങ്ങളാണ് സമ്പത്തിനെ സ്വീകരിക്കുവാൻ കാത്തുനിന്നത്. കഴിഞ്ഞ 3 തവണ മത്സരിച്ച് വിജയിച്ച വിശ്വാസവും പരിചയസമ്പന്നതയും തന്നെയാണ് സമ്പത്തിനെ മണ്ഡലത്തിൽ മുന്നിൽ നിർത്തുന്നത്. 3 വർഷവും നടത്തിയ വികസന നേട്ടങ്ങളും സംസ്ഥാന സർക്കാരിന്റെ വികസന പദ്ധതികളും തന്നെയാണ് സമ്പത്ത് പ്രചരണത്തിൽ മുന്നോട്ട് വയ്ക്കുന്നത്. മലയാളികളുടെ മാതൃഭൂമിയായ കേരളം എല്ലാം കൊണ്ട് നന്മ നിറഞ്ഞ നാടാണ്. അഭിമാനിക്കാൻ കഴിയുന്ന നേട്ടങ്ങളാണ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ, ഈ LDF ഗവൺമെന്റ് കേരളത്തിലെ ജനങ്ങൾക്ക് സമ്മാനിച്ചിട്ടുള്ളത്. ജനത, ഈ നാട്ടിലെ ജനത ഒരു മനസ്സോടുകൂടി ഒറ്റക്കെട്ടായി നിൽക്കുന്നതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം നിങ്ങളെയെല്ലാം ബോധ്യപ്പെടുത്താൻ പോകുന്നത്. UDFന്റെയും NDAയുടെയും സ്ഥാനാർത്ഥികളും ആറ്റിങ്ങൽ മണ്ഡലത്തിൽ പ്രചരണം കൊഴുപ്പിക്കുകയാണ്. UDF സ്ഥാനാർത്ഥി അടൂർ പ്രകാശിന്റെ ആദ്യഘട്ട പ്രചരണം പുരോഗമിക്കുകയാണ്. 100% വിജയിക്കുമെന്നും തെരഞ്ഞെടുപ്പിൽ തനിക്ക് ഒരു ആശങ്കയുമില്ലെന്നും അടൂർ പ്രകാശ് പറഞ്ഞു. ഇവിടെ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് യാതൊരു ആശങ്കയുമില്ല. ഈ തെരഞ്ഞെടുപ്പിൽ ആശങ്കയില്ല എന്ന് പറയുന്നത് UDFന് അനുകൂലമായ ഒരു ചിത്രം ഈ നിയോജകമണ്ഡലത്തിൽ ഉണ്ടായിരിക്കും എന്ന് പരിപൂർണമായി ഞാൻ നോക്കിക്കാണുന്നു, അത് വിശ്വസിക്കും. NDA സ്ഥാനാർത്ഥിയായ BJPയുടെ ദേശീയ നിർവാഹക സമിതി അംഗം ശോഭാ സുരേന്ദ്രനും ആറ്റിങ്ങലിൽ ആദ്യഘട്ട പ്രചരണത്തിലാണ്. കഴിഞ്ഞ ദിവസം മണ്ഡലത്തിൽ നിന്ന് മാറി മതമേലധ്യക്ഷന്മാരെ കാണുന്ന തിരക്കിലായിരുന്നു ശോഭ. ഇന്ന് വീണ്ടും മണ്ഡലത്തിലെത്തി വോട്ടർമാരെ നേരിട്ട് കാണും. എന്തായാലും 3 സ്ഥാനാർത്ഥികളും പ്രചരണ രംഗത്ത് സജീവമായതോടെ കടുത്ത മത്സരം തന്നെയാണ് ചരിത്രമുറങ്ങുന്ന ആറ്റിങ്ങലിന്റെ മണ്ണിൽ കാണാൻ കഴിയുന്നത്. റിനു ശ്രീധർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കോഴിക്കോട് മണ്ഡലം തിരിച്ചുപിടിക്കാനുള്ള പോരാട്ടത്തിലാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥി A പ്രദീപ് കുമാർ. കഴിഞ്ഞ 10 വർഷമായി നടപ്പിലാകാതെ പോയ വികസനം തന്നെയാണ് മണ്ഡലത്തിലെ പ്രധാന ചർച്ചാ വിഷയം. മറുപക്ഷത്ത് UDF സ്ഥാനാർത്ഥി സിറ്റിംഗ് MPയായ MK രാഘവനാണ് മത്സരിക്കുന്നത്. കർമ്മധീരനായ പോരാളി സഖാവ് എ പ്രദീപ് കുമാറിന് നിങ്ങളെ നേരിൽ കണ്ട് വോട്ടഭ്യർത്ഥിക്കുന്നതിന് വേണ്ടി കടന്നു വരികയാണ്. കോഴിക്കോട് മണ്ഡലത്തിൽ കനത്ത വേനൽ ചൂടിലും സ്ഥാനാർത്ഥി പര്യടനങ്ങൾക്കും തെരഞ്ഞെടുപ്പ് ചർച്ചകൾക്കും ചൂടേറുകയാണ്. കോഴിക്കോട് നോർത്ത്, കോഴിക്കോട് സൗത്ത്, ബേപ്പൂർ, കുന്നമംഗലം, കൊടുവള്ളി, എലത്തൂർ, ബാലുശ്ശേരി നിയമസഭാ മണ്ഡലങ്ങളാണ് കോഴിക്കോട് മണ്ഡലത്തിൽ ഉൾക്കൊള്ളുന്നത്. ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി കോഴിക്കോട് നോർത്ത് MLA A പ്രദീപ് കുമാറും UDF സ്ഥാനാർത്ഥിയായി സിറ്റിംഗ് MP MK രാഘവനും BJP സ്ഥാനാർത്ഥിയായി VK പ്രകാശ് ബാബുവുമാണ് മത്സര രംഗത്തുള്ളത്. നിലവിലെ നിയമസഭാ മണ്ഡലങ്ങളിൽ കോഴിക്കോട് സൗത്തിൽ മാത്രമാണ് UDF വിജയിച്ചത്. 87,535 വോട്ടിന്റെ ഭൂരിപക്ഷം മണ്ഡലങ്ങളിൽ LDF നേടിയിട്ടുണ്ട്. കഴിഞ്ഞ തവണ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 16,883 വോട്ടിന്റെ ഭൂരിപക്ഷം നേടിയാണ് UDF സീറ്റ് നിലനിർത്തിയത്. കഴിഞ്ഞ 10 വർഷമായി വികസനമാണ് താൻ നടത്തിയതെന്ന് UDF സ്ഥാനാർത്ഥി അവകാശപ്പെടുന്നു. കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൽ എല്ലാ പ്രദേശങ്ങളിലും UDFന്റെ പ്രവർത്തനം ശക്തമായി നടക്കുകയാണ്. ആവേശകരമായ മുന്നേറ്റമാണ് എല്ലാ സ്ഥലത്തും കാണാൻ കഴിയുന്നത്. 2009, 2014, 2019 ആവർത്തിക്കും, യാതൊരു സംശയവുമില്ല. പാർലമെന്റിൽ നിന്നും മണ്ഡലത്തിനാവശ്യമായ വികസന പ്രവർത്തനങ്ങളൊന്നും നേടിയെടുക്കാൻ സിറ്റിംഗ് MPക്ക് കഴിയാത്തതും മണ്ഡലത്തിലെ വികസന മുരടിപ്പുമാണ് ഇടതുപക്ഷം ഉയർത്തിക്കാട്ടുന്ന പ്രധാന തെരഞ്ഞെടുപ്പ് വിഷയം. കോഴിക്കോട് പാർലമെന്റ് മണ്ഡലത്തിന്റെ പരിധിയിൽ കഴിഞ്ഞ ഒരു 10 വർഷം എടുത്താൽ പാർലമെന്റ് അംഗത്തിൻ്റെയൊക്കെ നേതൃത്വത്തിൽ നടക്കേണ്ടുന്ന പ്രധാന പ്രവർത്തനം അത് നടന്നില്ല. ഇപ്പം കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ അന്താരാഷ്ട്ര നിലവാരത്തിൽ ഉയർത്തിയെന്നുള്ള അവകാശവാദമുണ്ടല്ലോ. യാഥാർത്ഥ്യമായിട്ടൊരു ബന്ധമില്ല, അവിടെ ഒന്നും നടന്നിട്ടില്ല. ഒരു എസ്കലേറ്റർ വെച്ച് ഏറ്റവും കൂടുതൽ ടിക്കറ്റ് വെക്കുന്ന റെയിൽവേ സ്റ്റേഷനുകൾക്ക് സാധാരണഗതിയിൽ സ്വാഭാവികമായ റെയിൽവേ കൊടുക്കുന്ന ഒരു കോംപ്ലിമെൻ്റാണ്. അതുപോലുള്ള കാര്യങ്ങളല്ലാതെ കഴിഞ്ഞ ഇലക്ഷൻ കാലത്ത് പറഞ്ഞതുപോലും പൊങ്കിനാലൂരിലെ വലിയ വ്യവസായ പാർക്ക്, നമ്മുടെ ചാലിയം നിർദ്ദേശ് 600 കോടി പദ്ധതി പണം പാസ്സായി എന്നവരെ പറഞ്ഞതാണ്. ഒന്നും നടന്നിട്ടില്ല. ഈസ്റ്റിലെ കേന്ദ്രീയ വിദ്യാലയം പോലും ഒരു ഷിഫ്റ്റ് സമ്പ്രദായം ഏർപ്പെടുത്തേണ്ട ഗതികേടിലെത്തിയ ഇന്ത്യയിലെ ഒരേ ഒരു കേന്ദ്രീയ വിദ്യാലയം ഈ ഈസ്റ്റിലുള്ള കേന്ദ്രീയ വിദ്യാലയമാണ്. നിയമസഭാ സീറ്റുകളിൽ ലഭിച്ച ഭൂരിപക്ഷവും വികസനവും ചർച്ചയാവുകയും നോർത്ത് മണ്ഡലം MLA എന്ന നിലയിൽ പ്രദീപ് കുമാറിന്റെ വിദ്യാഭ്യാസ രംഗത്തെ നേട്ടങ്ങളും ആരോഗ്യരംഗത്തെ നേട്ടങ്ങളും LDFന്റെ ഇത്തവണത്തെ പ്രതീക്ഷയും വർദ്ധിപ്പിക്കുകയാണ്. കോഴിക്കോടിനെ പ്രതിനിധീകരിച്ച് ആര്
പാർലമെന്റിലെത്തണമെന്ന് തീരുമാനിക്കേണ്ടത് ഇനി ജനങ്ങളാണ്. സാധാരണക്കാരന്റെ വിദ്യാഭ്യാസ സ്വപ്നങ്ങളെ അന്താരാഷ്ട്ര നിലവാരത്തിൽ ഉയർത്തിയ എ പ്രദീപ്കുമാർ MLA പാർലമെന്റിലെത്തണമോ അതോ കഴിഞ്ഞ 10 വർഷം വികസന പ്രവർത്തനങ്ങൾ നടത്തി എന്ന് അവകാശപ്പെടുന്ന MK രാഘവൻ പാർലമെന്റിലെത്തണമോ എന്ന് തീരുമാനിക്കേണ്ടത് ജനങ്ങൾ തന്നെയാണ്. കോഴിക്കോട് നിന്നും ക്യാമറാമാൻ RK ഫിറോഷിനൊപ്പം PV ജോഷില. വയനാട് തലപ്പുഴ മക്കിമലയിൽ വീണ്ടും മാവോയിസ്റ്റുകളെത്തി. 2 സ്ത്രീകൾ ഉൾപ്പെടെ 4 അംഗ ആയുധധാരികളാണ് എത്തിയത്. ഇന്നലെ രാത്രി 8 മണിയോടെ എത്തിയ സംഘം മുദ്രാവാക്യം വിളിക്കുകയും ലഘുലേഖകൾ വിതരണം ചെയ്യുകയും ചെയ്തു. വിവരങ്ങളുമായി അനൂപ് ചേരുകയാണ്. അനൂപ്, എന്താണ് ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ? വയനാട് വൈത്തിരിയിൽ നേരത്തെ ഉണ്ടായ ഏറ്റുമുട്ടലിലും അതോടൊപ്പം തന്നെ ഒരു മാവോയിസ്റ്റിന്റെ മരണത്തിലും കലാശിച്ച പോലീസ് ഏറ്റുമുട്ടലിന് ശേഷം ഇപ്പോൾ പരസ്യമായി വീണ്ടും വയനാട്ടിൽ മാവോയിസ്റ്റുകൾ പൊതു ഇടത്ത് പ്രതിഷ്ഠിക്കുകയാണ്. തലപ്പുഴ മക്കിമലയിലാണ് കഴിഞ്ഞ ദിവസം രാത്രി 8 മണിയോടുകൂടി ഒരു 4 അംഗ സംഘ ആയുധധാരികൾ എത്തിയതായി ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. ഇവിടെ എത്തി മുദ്രാവാക്യം വിളിക്കുകയും ഈ സ്ഥലത്തെ പലചരക്ക് കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിച്ചു എന്നുമെല്ലാം ദൃക്സാക്ഷികൾ പറയുന്നത്. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. 4 അംഗ ആയുധധാരികളാണ് സ്ഥലത്തെത്തിയെന്നുള്ളൊരു വിവരമാണ് പോലീസിൽ നിന്ന് ഇത് സംബന്ധിച്ച് ലഭിക്കുന്നത്. തലപ്പുഴ മക്കിമലയിൽ നേരത്തെയും ഇതുപോലെ പൊതു ഇടത്ത് മാവോയിസ്റ്റുകൾ ആയുധങ്ങളുമായി എത്തി യുദ്ധത്തിൽ ആശയപ്രചാരണവും മറ്റും നടത്തിയ വാർത്ത നേരത്തെയും പുറത്തു വന്നതാണ്. ഈ മേഖലയിൽ നേരത്തെ തന്നെ വിവിധ തവണ മാവോയിസ്റ്റുകളുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചതാണ്. ഇന്നലെ ഈ സ്ഥലത്തെത്തിയ ആയുധധാരികൾ മാവോയിസ്റ്റ് സംഘം നൽകിയതെന്ന് പറയപ്പെടുന്ന അവരുടെ ഒരു ലഘുലേഖയും ഈ നാട്ടുകാർക്ക് അവിടെ വിതരണം ചെയ്തിട്ടുണ്ട്. ഈ ലഘുലേഖയിൽ പ്രധാനമായും പറയുന്നത് ഈ ജലീൽ മരണവുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങളാണ്. അതുമായി ബന്ധപ്പെട്ട് ഈ പശ്ചിമഘട്ട മേഖലയിൽ മാവോയിസ്റ്റ് സാന്നിധ്യം സ്വാധീനം ശക്തിപ്പെടുത്താനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്നും മറ്റുമൊക്കെയുള്ള വിവരങ്ങൾ സൂചിപ്പിക്കുന്ന ലഘുലേഖയാണ് ഈ മാവോയിസ്റ്റുകൾ ഈ പ്രദേശത്ത് വിതരണം ചെയ്തിരിക്കുന്നത്. ഏതായാലും ഈ നേരത്തെ തന്നെ സുഗന്ധഗിരിയിൽ ഉണ്ടായ വെടിവെപ്പിൽ വൈത്തിരിയിൽ ഉണ്ടായ വെടിവെപ്പിന് ശേഷം സുഗന്ധഗിരി മേഖലയിലും മാവോയിസ്റ്റുകൾ പ്രദേശത്തെ ആദിവാസി കോളനികളടക്കം എത്തി ആശയപ്രചരണം നടത്തുകയും ഭക്ഷ്യ സാധനങ്ങൾ ശേഖരിക്കുകയും വീണ്ടും തുടർന്നു വരുന്നു എന്നുള്ള വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ പുറത്തു വന്നിരുന്നു. ഏതായാലും ഇതിനിടെയാണ് തലപ്പുഴയിലും മറ്റൊരു മാവോയിസ്റ്റ് സാന്നിധ്യം സ്ഥിരീകരിച്ച പ്രദേശമായ തലപ്പുഴയിലും വീണ്ടും മാവോയിസ്റ്റുകൾ സജീവമായെന്നുള്ള വാർത്ത പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസം 8 മണിയോടുകൂടിയാണ് 4 അംഗ സായുധ സംഘം എത്തിയതായുള്ള വിവരം ഇപ്പോൾ പുറത്തു വരുന്നത്. പോലീസ് ഏതാണ്ട് ഇത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇവിടെ ഈ സായുധധാരികളായ 4 അംഗ സംഘമാണ് എത്തിയെന്നാണ് പോലീസിനെ സംബന്ധിച്ച് പറയുന്നത്. ശരി, വയനാട് തലപ്പുഴ മക്കിമലയിൽ വീണ്ടും മാവോയിസ്റ്റുകൾ എത്തിയിരിക്കുന്നു. 2 സ്ത്രീകൾ ഉൾപ്പെടെ 4 അംഗ ആയുധധാരികളാണ് എത്തിയത്. ഇന്നലെ രാത്രി 8 മണിയോടെ എത്തിയ സംഘം മുദ്രാവാക്യം വിളിക്കുകയും ലഘുലേഖകൾ വിതരണം ചെയ്യുകയും ചെയ്തിരിക്കുകയാണ്. ഇതിന്റെ വിവരങ്ങളാണ് അനൂപ് നൽകിയത്. ഓരോ മണ്ഡലത്തിലെയും 50% വിവിപാറ്റ് എണ്ണണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജിയിൽ സുപ്രീംകോടതി ഇന്ന് വിശദമായി വാദം കേൾക്കും. ചന്ദ്രബാബു നായിഡു, അരവിന്ദ് കെജ്രിവാൾ, TK രംഗരാജൻ തുടങ്ങി 21 പ്രതിപക്ഷ നേതാക്കളാണ് സുപ്രീംകോടതിയിൽ ഹർജി നൽകിയത്. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ 3 അംഗ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുക. മാർച്ച് 15-ന് ഹർജി പരിഗണിച്ച കോടതി കേന്ദ്ര സർക്കാരിനും തെരഞ്ഞെടുപ്പ് കമ്മീഷനും നോട്ടീസ് അയച്ചിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലവിലെ മാനദണ്ഡ പ്രകാരം നിയമസഭാ തെരഞ്ഞെടുപ്പ് ആണെങ്കിൽ ഒരു മണ്ഡലത്തിലെ ഒരു ബൂത്തിലെ വിവിപാറ്റ് രസീതുകൾ മാത്രമേ എണ്ണുകയുള്ളൂ. ലോക്സഭാ തെരഞ്ഞെടുപ്പാണെങ്കിൽ മണ്ഡലത്തിന്റെ പരിധിയിൽ വരുന്ന എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലെയും ഒരു ബൂത്തിലെ വിവിപാറ്റ് രസീതുകൾ എണ്ണും. യാദൃശികമായി തെരഞ്ഞെടുക്കുന്നതാണ് ഈ ബൂത്തുകൾ. ശരാശരി 0.44% വിവിപാറ്റ് രസീതുകൾ മാത്രമാണ് എണ്ണുന്നത്. ഇത് 50% ഉയർത്തണമെന്നാണ് ഹർജിക്കാരുടെ ആവശ്യം. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഈ മാനദണ്ഡം ചോദ്യം ചെയ്താണ് 21 പ്രതിപക്ഷ പാർട്ടികളിലെ നേതാക്കൾ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. TK രംഗരാജൻ, S സുധാകർ റെഡ്ഡി, ചന്ദ്രബാബു നായിഡു, അരവിന്ദ് കെജ്രിവാൾ, KC വേണുഗോപാൽ തുടങ്ങി 21 പ്രതിപക്ഷ നേതാക്കളാണ് ഹർജിക്കാർ. ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ്, ജസ്റ്റിസുമാരായ ദീപക് ഗുപ്ത, സഞ്ജീവ് ഖന്ന എന്നിവരാണ് ഹർജി പരിഗണിക്കുന്നത്. ഓരോ ലോക്സഭാ മണ്ഡലത്തിലെയും എത്ര വിവിപാറ്റ് രസീതുകൾ എണ്ണണം എന്നതിനെക്കുറിച്ച് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉടൻ തീരുമാനമെടുക്കും. 50% വിവിപാറ്റ് എണ്ണുന്നതിലൂടെ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങൾ ക്രമക്കേട് നടത്തി തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുമെന്ന ആശങ്ക തീർക്കാം. അതോടൊപ്പം ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങൾ കൃത്യവും കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നതെന്ന് ഉറപ്പുവരുത്താം എന്നൊക്കെയാണ് പ്രതിപക്ഷ പാർട്ടികളുടെ വാദം. ന്യൂസ് ബ്യൂറോ, ദില്ലി.
ശബരിമല യുവതീ പ്രവേശവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ള റിട്ട് ഹർജികൾ സുപ്രീംകോടതിയിലേക്ക് മാറ്റണമെന്ന സംസ്ഥാന സർക്കാരിന്റെ ആവശ്യം ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ ബെഞ്ച് ഇന്ന് പരിഗണിക്കും. കേരള ഹൈക്കോടതി നിയമിച്ച ശബരിമല നിരീക്ഷണ സമിതിക്കെതിരെ സർക്കാർ നൽകിയിരിക്കുന്ന ഹർജിയും പമ്പയിലേക്ക് സ്വകാര്യ വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയതിനെ ചോദ്യം ചെയ്ത് സമർപ്പിച്ച പൊതുതാൽപര്യ ഹർജിയും കോടതിയുടെ പരിഗണനയ്ക്ക് വരും. ഫെബ്രുവരി 6-നാണ് 56 പുനഃപരിശോധനാ ഹർജികളിൽ സുപ്രീംകോടതിയുടെ 5-അംഗ ഭരണഘടനാ ബെഞ്ച് വാദം കേട്ടത്. കേസിൽ കോടതി വിധി പറയാനിരിക്കെയാണ് ഡീടാഗ് ചെയ്ത ഈ ഹർജികൾ കോടതിയുടെ പരിഗണന വരുന്നത്. മണ്ഡലകാല സമയത്തെ നിരോധനാജ്ഞ ചോദ്യം ചെയ്തും യുവതീ പ്രവേശത്തെ എതിർത്തുമുള്ള 32-ൽ പരം ഹർജികൾ ഹൈക്കോടതിയിൽ നിന്ന് സുപ്രീംകോടതിയിലേക്ക് മാറ്റണമെന്ന് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടത് കഴിഞ്ഞ ഡിസംബർ 3-നാണ്. 3 മാസത്തിനു ശേഷമാണ് സർക്കാരിന്റെ ആവശ്യം സുപ്രീം കോടതി പരിഗണിക്കുന്നത്. ഇതിനിടെ ഭൂരിഭാഗം ഹർജികളും ഹൈക്കോടതി തീർപ്പാക്കിയിരുന്നു. 9 ഹർജികൾ മാത്രമാണ് ഇനി ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ളത്. ഈ ഹർജികൾ സ്റ്റേ ചെയ്യണമെന്ന് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെടും. എന്നാൽ മണ്ഡലകാലം അവസാനിച്ചതിനാൽ ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ ബെഞ്ചിന്റെ നിലപാട് നിർണായകമാകും. സാധാരണ ക്രമസമാധാന വിഷയങ്ങളിൽ കോടതി ഇടപെടാറില്ലെങ്കിലും ശബരിമലയിൽ നിരീക്ഷണ സമിതിയെ നിയമിക്കുക വഴി കേരള ഹൈക്കോടതി പോലീസിന്റെ അധികാര പരിധിയുള്ള വിഷയത്തിൽ ഇടപെട്ടിരിക്കുകയാണ്. ക്രമസമാധാന പാലനം, തിരക്ക് നിയന്ത്രിക്കുക തുടങ്ങിയ കേരള പോലീസിന്റെ ഉത്തരവാദിത്വത്തിൽ തീരുമാനമെടുക്കാനും ഇടപെടാനും നിരീക്ഷണ സമിതിക്ക് ഹൈക്കോടതി അനുമതി നൽകിയത് പോലീസിന്റെ സ്വതന്ത്രമായ പ്രവർത്തനത്തെ ബാധിക്കുന്നുണ്ടെന്ന് സർക്കാർ ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അതേസമയം മണ്ഡലകാല സമയത്ത് നിലയ്ക്കൽ പമ്പ റൂട്ടിൽ KSRTC 30% അധിക ചാർജ് വാങ്ങുന്നതും പമ്പയിലേക്ക് സ്വകാര്യ വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയതും ചോദ്യം ചെയ്ത് ഹിന്ദു ഐക്യവേദി നേതാവ് RV ബാബു സമർപ്പിച്ച പൊതുതാൽപര്യ ഹർജിയും സുപ്രീം കോടതി പരിഗണിക്കും. ന്യൂസ് ബ്യൂറോ, ദില്ലി. സിഖ് വിരുദ്ധ കലാപ കേസിലെ ജീവപര്യന്തം ശിക്ഷയ്ക്കെതിരെ മുൻ കോൺഗ്രസ് നേതാവ് സജ്ജൻ കുമാർ നൽകിയ അപ്പീൽ സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. അപ്പീലിൽ വാദം കേൾക്കുന്നതിൽ നിന്നും സുപ്രീംകോടതി ജസ്റ്റിസ് സഞ്ജയ് ഖന്ന ഫെബ്രുവരി 25-ന് പിന്മാറിയിരുന്നു. ജസ്റ്റിസുമാരായ SA ബോബ്ഡെ, അബ്ദുൾ നസീർ എന്നിവരുടെ ബെഞ്ചാണ് അപ്പീലിൽ ഇന്ന് വാദം കേൾക്കുന്നത്. താൻ ദില്ലി ഹൈക്കോടതി ജഡ്ജിയായിരുന്നപ്പോൾ സജ്ജൻ കുമാറിന്റെ ഹർജിയിൽ വാദം കേട്ടിരുന്നുവെന്ന് വ്യക്തമാക്കിയാണ് ജസ്റ്റിസ് ഖന്ന അപ്പീൽ പരിഗണിക്കുന്നതിൽ നിന്ന് പിന്മാറിയത്. 1984-ലെ സിഖ് വിരുദ്ധ കലാപത്തിൽ ഒരു കുടുംബത്തിലെ 5 പേർ കൊല്ലപ്പെട്ട കേസിൽ സജ്ജൻ കുമാർ കുറ്റക്കാരനാണെന്ന് ഡിസംബർ 17-ന് ദില്ലി ഹൈക്കോടതി കണ്ടെത്തിയിരുന്നു. ദില്ലി ബോർഡറിലുള്ള മണ്ടോരി ജയിലിൽ ശിക്ഷ അനുഭവിക്കുകയാണ് സജ്ജൻ കുമാർ ഇപ്പോൾ. മുത്തലാഖിനെ ക്രിമിനൽ കുറ്റമാക്കുന്ന ഓർഡിനൻസിനെതിരെ സമസ്ത സമർപ്പിച്ച ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ ബെഞ്ചാണ് കേസ് പരിഗണിക്കുക. സുപ്രീംകോടതി ഭരണഘടനാ ബെഞ്ചിന്റെ വിധിയും മൌലിക അവകാശങ്ങളും ലംഘിക്കുന്നതാണ് മുത്തലാഖ് ഓർഡിനൻസ് എന്നാണ് ഹർജിക്കാരുടെ വാദം. അതിനാൽ ഓർഡിനൻസ് സ്റ്റേ ചെയ്യണമെന്നാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആവശ്യം. കോഴിക്കോട് LDF സ്ഥാനാർത്ഥി A. പ്രദീപ് കുമാർ 2ാം ഘട്ട പര്യടനം ആരംഭിച്ചു. ഗ്രാമീണ മേഖലകളിൽ വാഹന പര്യടനത്തിന് വൻ സ്വീകരണമാണ് ലഭിക്കുന്നത്. കോഴിക്കോട് ഇടതുപക്ഷ സ്ഥാനാർത്ഥി A. പ്രദീപ് കുമാർ കഴിഞ്ഞ 2 ദിവസമായി വാഹന പര്യടനത്തിലായിരുന്നു. നമുക്ക് വാഹന പര്യടനത്തിലെ വിശേഷങ്ങൾ അദ്ദേഹത്തോട് നേരിട്ട് പങ്കുവെക്കാം. എന്തൊക്കെയായിരുന്നു വാഹന പര്യടനത്തിൽ നിന്നുമുണ്ടായ? ജനങ്ങൾക്കിടയിൽ നിന്ന് നല്ല പ്രതികരണമാണ് ഇത് തുടക്കം മുതലുള്ളത്. എനിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ അനുഭവപ്പെട്ടത് സാധാരണഗതിയിൽ ഒരു ഇലക്ഷൻ്റെ അവസാനവട്ട പര്യടന വേളയിൽ കാണുന്ന ഒരു ആരവവും ആവേശമൊക്കെ എല്ലായിടങ്ങളിലും ഉയർന്നു വന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ഈ പറഞ്ഞ പോലെ ഓരോരോ പ്രധാന കേന്ദ്രങ്ങളിൽ കൂടി ഓർഗനൈസ്ഡ് ആയിട്ടുള്ള സ്വീകരണങ്ങളാണ്. അത് ഈ ഇലക്ഷൻ്റെ കുറേ കൂടെ പൊളിറ്റിക്കലായിട്ടുള്ള ക്യാമ്പയിൻ നടക്കുന്ന ഒരു ഘട്ടം കൂടിയായിരുന്നു. ആദ്യഘട്ടത്തിൽ നമ്മൾ എല്ലാ സ്ഥലങ്ങളും പലയിടങ്ങളിലും ഓരോ അസംബ്ലി മണ്ഡല അടിസ്ഥാന സ്ഥാപനങ്ങളിൽ ആളുകളെ കാണാൻ പോയതാണ്. ഇപ്പോൾ ഫാക്ടറികൾ, കോളേജുകൾ, കോൺവെൻറ്റുകൾ അല്ലെങ്കിൽ കൃഷിയിടങ്ങൾ ആളുകൾ കൂട്ടായി ജോലി ചെയ്യുന്നത്. അതാണ് ഒന്നാമത്തെ ഘട്ടം. രണ്ടാമത്തെ ഘട്ടം ഇപ്പോൾ ഈ പര്യടന പരിപാടി. ഇതിൽ നമ്മുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകർ ഓർഗനൈസ് ചെയ്യുന്ന സ്വീകരണ പരിപാടികളാണ് സ്ഥാനാർത്ഥി. അപ്പോൾ നമ്മൾ ചെല്ലാത്ത പ്രദേശങ്ങളിലേക്കൊക്കെ ചെല്ലും. അവിടെ LDFൻ്റെ ആളുകൾ മാത്രമല്ല മറ്റാളുകളും വന്നു ചേരും അതിൻ്റെ കൂടെ. അവിടെ നമ്മൾ ഇലക്ഷൻ്റെ രാഷ്ട്രീയ കാര്യങ്ങൾ പറയും, വികസന കാര്യങ്ങൾ സംസാരിക്കും, വോട്ടഭ്യർത്ഥിക്കും. ഇതാണ് നല്ല പ്രതികരണമാണ് എല്ലാ സ്ഥലത്തും. UDF സ്ഥാനാർത്ഥി ഞങ്ങൾ ഒരുപാട് ചെയ്തു എന്ന് പറയുന്നു. എന്താണ് പ്രദീപ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്? കോഴിക്കോട് പാർലമെന്റ് മണ്ഡലത്തിന്റെ പരിധിയിൽ കഴിഞ്ഞ ഒരു 10 വർഷം എടുത്താൽ പാർലമെന്റ് അംഗത്തിൻ്റെയൊക്കെ നേതൃത്വത്തിൽ നടക്കേണ്ടുന്ന പ്രധാന പ്രവർത്തനം അത് നടന്നില്ല. ഇപ്പം കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ അന്താരാഷ്ട്ര നിലവാരത്തിൽ ഉയർത്തിയെന്നുള്ള അവകാശവാദമുണ്ടല്ലോ. യാഥാർത്ഥ്യമായിട്ടൊരു ബന്ധമില്ല, അവിടെ ഒന്നും നടന്നിട്ടില്ല. ഒരു എസ്കലേറ്റർ വെച്ച് ഏറ്റവും കൂടുതൽ ടിക്കറ്റ് വെക്കുന്ന റെയിൽവേ സ്റ്റേഷനുകൾക്ക് സാധാരണഗതിയിൽ സ്വാഭാവികമായ റെയിൽവേ കൊടുക്കുന്ന ഒരു കോംപ്ലിമെൻ്റാണ്. അതുപോലുള്ള കാര്യങ്ങളല്ലാതെ കഴിഞ്ഞ ഇലക്ഷൻ കാലത്ത് പറഞ്ഞതുപോലും ഇപ്പോൾ ഗിനാലൂരിൽ വലിയ വ്യവസായ പാർട്ടി
നമ്മുടെ ചാലിയം നിർദ്ദേശ് 600 കോടി പദ്ധതി പണം പാസ്സായി എന്നവരെ പറഞ്ഞതാണ്. ഒന്നും നടന്നിട്ടില്ല. ഈസ്റ്റിലെ കേന്ദ്രീയ വിദ്യാലയം പോലും ഒരു ഷിഫ്റ്റ് സമ്പ്രദായം ഏർപ്പെടുത്തേണ്ട ഗതികേടിലെത്തിയ ഇന്ത്യയിലെ ഒരേ ഒരു കേന്ദ്രീയ വിദ്യാലയം ഈ ഈസ്റ്റിലുള്ള കേന്ദ്രീയ വിദ്യാലയമാണ്. ഇത്തരത്തിൽ കൃത്യമായ നിലപാടോടുകൂടി എങ്ങനെ മുന്നോട്ട് പോകും എന്ന് വ്യക്തമാക്കിക്കൊണ്ട് എ പ്രദീപ് കുമാർ നയിക്കുന്ന വാഹന പര്യടന പ്രചരണ ജാഥ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും വൻ സ്വീകരണമാണ് ബാലുശ്ശേരി മണ്ഡലത്തിൽ ഈ പര്യടനത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കോഴിക്കോട് നിന്നും ക്യാമറാമാൻ ഫിറോസ് കൂട്ടാലിയുടെയൊപ്പം PV ജോഷില. കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ 3 സ്ഥാനാർത്ഥികളും ഇന്നലെ ചവറയിൽ പ്രചരണം നടത്തി. KN ബാലഗോപാലിന് വമ്പിച്ച സ്വീകരണം ലഭിച്ചു. സ്ഥാനാർത്ഥിക്ക് പിന്തുണയുമായി RSP നേതാക്കൾ എത്തിയത് ഇടത് ക്യാമ്പിൽ ആവേശം പകർന്നു. രാഷ്ട്രീയ കേരളത്തിന്റെ ചരിത്രത്തിൽ ചവറ മണ്ഡലം എന്നും ഇടം നേടിയിട്ടുണ്ട്. ഇക്കുറി തീവാർന്ന പോരാട്ട വീര്യമാണ് ഇടതുമുന്നണിയുടെ പ്രകടനം. KN ബാലഗോപാൽ നൽകിയ സ്വീകരണ കാഴ്ചയാണ് ഇതിന് ആധാരം. നൂറുകണക്കിന് യുവാക്കൾ ഇരുചക്ര വാഹനങ്ങളിൽ സ്ഥാനാർത്ഥിയെ പിന്തുണച്ച് അനുഗമിച്ചു. മതേതരം നിലനിർത്താൻ ഇടതുപക്ഷത്തിനെ കഴിയുമെന്ന് KN ബാലഗോപാൽ ചൂണ്ടിക്കാട്ടി. RSPയിൽ നിന്ന് പ്രവർത്തകർ പിന്തുണയുമായി വരുന്നത് ശുഭസൂചനയെന്നും ബാലഗോപാൽ പറഞ്ഞു. RSPയുടെ മുൻ നേതാക്കന്മാർ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറായിട്ടുള്ള ചന്ദ്രനും അതുപോലെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റായിട്ടുള്ള ആന്റപ്പനും ഈ 2 പേർ ഇവിടെ വെച്ച് RSP നേതാക്കന്മാരാണ് സ്ഥാനാർത്ഥി എന്ന നിലയിൽ എന്നെ സ്വീകരിക്കാൻ വന്നത് എന്നുള്ളത് വളരെ സന്തോഷകരമാണ്. അവരോട് ഞാൻ പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ്. UDF സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രൻ ചവറയിൽ ബോട്ടിൽ സഞ്ചരിച്ച് തുരുത്തുകളിൽ വോട്ടഭ്യർത്ഥിച്ചു. RSPയിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരാണ് ഇടതു സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുന്നതെന്ന് പ്രേമചന്ദ്രൻ പറഞ്ഞു. ഈ ചന്ദ്രൻ എന്ന് പറയുന്നതും ആന്റപ്പൻ എന്ന് പറയുന്നതും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയംപിള്ളയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചവരാ. പരസ്യമായി പ്രവർത്തിച്ചതിന്റെ പേരിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി പിന്നീട് അവർ CPM ചേർന്നു. അവരിപ്പോ എനിക്കെതിരായിട്ടല്ല, പിന്നെ എനിക്ക് അനുകൂലമായിട്ട് പ്രവർത്തിക്കും. BJP സ്ഥാനാർത്ഥി KV സാബുവും ചവറയിൽ വോട്ടഭ്യർത്ഥിച്ച് പ്രചരണം നടത്തി. ന്യൂസ് ബ്യൂറോ, കൊല്ലം. വയനാട്ടിൽ UDF സ്ഥാനാർത്ഥിയെ പറ്റിയുള്ള അവ്യക്തത തീരുന്നില്ല. രാഹുൽ വരുമോ ഇല്ലയോ എന്നും തീരുമാനമായിട്ടില്ല. UDFൽ ആശയക്കുഴപ്പങ്ങൾ നിലനിൽക്കുന്നതിനിടെ LDF പ്രചരണത്തിൽ എല്ലാ മേഖലകളിലും ആധിപത്യം നേടുകയാണ്. 2ാം ഘട്ട പര്യടനത്തിലാണ് LDF സ്ഥാനാർത്ഥി PP സുനീർ. NTA-യും മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല. സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ കോൺഗ്രസിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം ഇനിയും എത്തിയിട്ടില്ല. വയനാട്ടിൽ പ്രഖ്യാപനത്തിന് മുൻപേ തെരഞ്ഞെടുപ്പ് ഗോതയിലെത്തിയ T സിദ്ദിഖ് രാഹുൽ വരുമെന്ന വാർത്തകൾക്കിടെ പിന്മാറി. ഗ്രൂപ്പ് വഴക്കുകൾ തീർന്നിട്ടില്ല. രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ ആവേശത്തിലായ UDF നേതാക്കൾ ഇപ്പോൾ മൗനത്തിലാണ്. ഒന്നിലും വ്യക്തതയില്ല. അണിയറ നീക്കങ്ങൾക്കൊടുവിൽ രാഹുൽ തന്നെ വയനാട്ടിലെത്തുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ് നേതാക്കൾ. അത് അനുഭാവപൂർവം പോസിറ്റീവായി പരിഗണിക്കപ്പെടും എന്നുള്ള പൂർണ്ണ പ്രതീക്ഷയിലാണ് ഞങ്ങൾ എല്ലാവരും ഉള്ളത്. വയനാട് പാർലമെന്റിന്റെ ഇന്നലത്തെ കൺവെൻഷൻ യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധി ഏറ്റവും വലിയ കൺവെൻഷനായിരുന്നു. ആയിരങ്ങൾ പങ്കെടുത്ത കൺവെൻഷൻ. ആ കൺവെൻഷൻ രാഹുൽ ഗാന്ധിയുടെ വരവ് ആഗ്രഹിച്ചുകൊണ്ടുള്ള ഒരു വലിയ മൂവ്മെന്റായി അവിടെ മാറുകയുണ്ടായി. പ്രചരണത്തിൽ LDF എതിരാളികളില്ലാതെ മുന്നേറുകയാണ്. സ്ഥാനാർത്ഥി നിർണയം കഴിഞ്ഞ് 2 ആഴ്ച പിന്നിട്ടപ്പോൾ 2ാം ഘട്ട പര്യടനത്തിലാണ് LDF സ്ഥാനാർത്ഥി PP സുനീർ. പൊതുവെ ജനങ്ങളുടെ വികാരം ഈ മണ്ഡലത്തിൽ ഞാൻ സമീപിച്ച എല്ലാ ആളുകളും വളരെ ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. ആ വികാരം തീർച്ചയായും ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ എനിക്ക് അനുകൂലമായി മാറും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഒരവസരം കിട്ടിയാൽ ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ഒരു ഇടനിലക്കാരനില്ലാതെ ഏത് മനുഷ്യനും ഏത് സമയത്തും രാഷ്ട്രീയമോ കക്ഷിയോ ജാതിയോ മതമോ ഒന്നും നോക്കാതെ അവരുടെ ആവശ്യങ്ങൾക്ക് സമീപിക്കാൻ കഴിയാവുന്ന ഒരു ജനപ്രതിനിധിയായി പ്രവർത്തിക്കാൻ സാധിക്കുമെന്നാണ് ജനങ്ങൾക്ക് നൽകാനുള്ള വാഗ്ദാനം. NDA വയനാട് സീറ്റ് നൽകിയിരിക്കുന്നത് BDJS-നാണ്. BDJS സീറ്റ് കൈമാറിയത് കേരള കോൺഗ്രസ് PC തോമസ് വിഭാഗത്തിന്. രാഹുൽ മത്സരിക്കുമെങ്കിൽ സീറ്റ് ഏറ്റെടുക്കണമെന്ന് BJP ജില്ലാ നേതൃത്വം ആവശ്യപ്പെട്ടു കഴിഞ്ഞു. ഏതായാലും ഇതിനിടെ ശ്രദ്ധാകേന്ദ്രമായ വയനാട് മണ്ഡലത്തിൽ മറ്റു മുന്നണികളിലെ ആശയക്കുഴപ്പങ്ങൾ പാരമ്യത്തിലാണ്. LDF ആവട്ടെ സർവ്വമേഖലകളിലും മുന്നേറുന്ന ആത്മവിശ്വാസത്തിലും. ന്യൂസ് ബ്യൂറോ, വയനാട്. താൻ നടത്തിയ വികസന പ്രവർത്തനത്തിനൊപ്പം സംസ്ഥാന സർക്കാരിന്റെ വികസന നേട്ടങ്ങളും തന്റെ പ്രചരണ വിഷയമാണെന്ന് ആറ്റിങ്ങലിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി ഡോക്ടർ A സമ്പത്ത്. തനിക്കെതിരെയുള്ള ദുഷ്പ്രചരണങ്ങൾക്ക് വോട്ടർമാർ മറുപടി നൽകുമെന്നും കഴിഞ്ഞ 3 തവണയും ഒപ്പം നിന്ന് നാട്ടുകാർ ഇപ്രാവശ്യവും തനിക്കൊപ്പം ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ആയിരങ്ങൾ നൽകിയ 10,000 നൽകിയ ആവേശോജ്വലമായ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ആറ്റിങ്ങലിന്റെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി ഡോക്ടർ A സമ്പത്ത് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ്. സഖാവ്, എങ്ങനെയുണ്ട് സ്വീകരണങ്ങളൊക്കെ? ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യത്തെ പൂർണ്ണമായി ഉൾക്കൊണ്ടിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് അവസാനത്തെ തെരഞ്ഞെടുപ്പാക്കാൻ ചില ആളുകൾ ശ്രമിക്കുകയും ഇനി മറ്റൊരു ശബ്ദവും ഉയരേണ്ടതില്ല എന്ന് അവർ നിലപാടെടുക്കുകയും ചെയ്യുമ്പോൾ
എല്ലാം ഞങ്ങളാണ്, എല്ലാം ഞങ്ങൾ തീരുമാനിച്ചോളാം, നിങ്ങൾക്കാർക്കും ഒരു കാര്യവുമില്ല എന്നുള്ള നിലയിലേക്ക് രാജ്യത്തിൻ്റെ ബഹുസ്വരത തന്നെ അവസാനിപ്പിക്കാനുള്ള ശ്രമം ചില ആളുകളുടെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ ഞങ്ങളാണ് രാഷ്ട്രം എന്ന്, ഞങ്ങൾ ധീരദേശാഭിമാനികളാണ് എന്ന്, ഞങ്ങൾക്ക് അഭിപ്രായമുണ്ട് എന്ന്, ഞങ്ങൾക്ക് നിലപാടുകളുണ്ട് എന്ന് അങ്ങനെ തീർത്തു പറയാൻ കുട്ടികൾ ഉൾപ്പെടെയുള്ള ആബാലവൃദ്ധം ജനങ്ങളും അങ്ങനെ തയ്യാറാകുന്നതാണ് നിങ്ങൾ കാണുന്നത്. ഈ മാരത്തോൺ ഓട്ടത്തിൽ ഞങ്ങൾ മുമ്പോട്ട് പോവുകയാണ്. പുറയിൽ നിന്ന് അവർക്ക് ഗോഗ വിളിക്കാം, പരിഹസിക്കാം, ഞങ്ങളെ തെറി വിളിക്കാം, അപവാദ പ്രചരണം നടത്താം, ഇനി വേണമെങ്കിൽ കല്ലെടുത്തെറിയുകയും ചെയ്യാം. പക്ഷെ ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഈ നാലാമത്തെ തവണയാണ് 3 തവണത്തെ വികസന പ്രവർത്തനങ്ങളോടൊപ്പം കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിന്റെ ഒരു വികസന പ്രവർത്തനങ്ങളും ആയിരിക്കില്ലേ പ്രധാനമായും പ്രചരണമായി മുന്നോട്ട് വയ്ക്കുന്നത്? എല്ലാ വികസന പ്രവർത്തനങ്ങളും ജനങ്ങൾക്ക് വേണ്ടിയാണ്. എല്ലാ അധികാരങ്ങളും ജനങ്ങളിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് എന്നുള്ളത് കൊണ്ട് എല്ലാ അധികാരങ്ങളുടെ ഗുണഭോക്താക്കൾ ഏറ്റവും താഴെത്തട്ടിലുള്ള ജനത തന്നെയായിരിക്കും. കേരളത്തിലെ LDF ഗവൺമെന്റ് ഏറ്റെടുത്തുള്ള ഒട്ടനവധി ജനക്ഷേമകരങ്ങളായിട്ടുള്ള നടപടികളുണ്ട്. ആ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ നിശ്ചയമായും അനുഭവസ്ഥരായിട്ടുള്ള ജനതയാണ്. അവർ താരതമ്യം ചെയ്യുകയാണ് ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ എങ്ങനെയാണ്, ഇവിടെ എങ്ങനെയാണെന്നുള്ളത്. മലയാളികളുടെ മാതൃഭൂമിയായ കേരളം എല്ലാം കൊണ്ട് നന്മ നിറഞ്ഞ നാടാണ്. അഭിമാനിക്കാൻ കഴിയുന്ന നേട്ടങ്ങളാണ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ, ഈ LDF ഗവൺമെന്റ് കേരളത്തിലെ ജനങ്ങൾക്ക് സമ്മാനിച്ചിട്ടുള്ളത്. ജനത, ഈ നാട്ടിലെ ജനത ഒരു മനസ്സോടുകൂടി ഒറ്റക്കെട്ടായി നിൽക്കുന്നതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം നിങ്ങളെയെല്ലാം ബോധ്യപ്പെടുത്താൻ പോകുന്നത്. ഉറപ്പായും ജനലക്ഷങ്ങളാണ് അങ്ങയുടെ സ്വീകരണങ്ങൾ അങ്ങയെ സ്വീകരിക്കുവാൻ വേണ്ടി നിൽക്കുന്നത്. എല്ലാവിധ വിജയാശംസകളും. ചാലക്കുടിയിൽ 2ാം അംഗത്തിനിറങ്ങിയ ഇന്നസെന്റിന് ഓരോ കേന്ദ്രത്തിലും ലഭിക്കുന്നത് ഹൃദ്യമായ വരവേൽപ്പ്. MP എന്ന നിലയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചതിന്റെ സന്തോഷം പലരും അദ്ദേഹത്തെ നേരിട്ടറിയിച്ചു. ആലുവ, പെരുമ്പാവൂർ മണ്ഡലങ്ങളിലെ സന്ദർശനത്തോടെ ഇടത് സ്ഥാനാർത്ഥിയുടെ ആദ്യഘട്ട പര്യടനം പൂർത്തിയാക്കി. ആലുവ നിയോജക മണ്ഡലത്തിലെ വിവിധ കേന്ദ്രങ്ങളിലായിരുന്നു LDF സ്ഥാനാർത്ഥി ഇന്നസെന്റിന് ഹൃദ്യമായ വരവേൽപ്പ് ലഭിച്ചത്. തുറന്ന വാഹനത്തിൽ മണ്ഡലത്തിന്റെ ഉൾപ്രദേശങ്ങളിലെ ഇടവഴികളിലൂടെ സഞ്ചരിച്ചെത്തിയ സ്ഥാനാർത്ഥിയെ പടക്കം പൊട്ടിച്ചാണ് മിക്ക കേന്ദ്രങ്ങളിലും വരവേറ്റത്. 2ാം വട്ടം ജനവിധി തേടുന്ന തങ്ങളുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥിയെ കാണാനായി സ്ത്രീകളും കുഞ്ഞുങ്ങളും ഉൾപ്പെടെയുള്ളവർ വഴിയരികിൽ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നീട് തങ്ങളുടെ അടുത്തെത്തിയ സ്ഥാനാർത്ഥിയെ അവർ കൊന്നപ്പൂക്കൾ നൽകിയും ചുവപ്പ് ഹാരമണിയിച്ചും സ്വീകരിച്ചു. MP എന്ന നിലയിൽ താൻ മണ്ഡലത്തിൽ നടപ്പാക്കിയ വികസന പദ്ധതികളെക്കുറിച്ച് ചുരുങ്ങിയ വാക്കുകളിൽ ഇന്നസെന്റ് വിശദീകരിച്ചു. 1750 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് ഈ ചാലക്കുടി മണ്ഡലത്തിൽ നമ്മൾ ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും അതിന് നിങ്ങളുടെ സഹകരണം ഉണ്ടായിരുന്നു. ഇനിയൊരു കാര്യം, കഴിഞ്ഞ പ്രാവശ്യം കുടമായിരുന്നു എനിക്ക്, പക്ഷെ ഈ പ്രാവശ്യം കുടമല്ല, അരിവാൾ ചുറ്റിക നക്ഷത്രം. അന്ന് ഞാൻ ചോദിച്ചതാണ്, അപ്പൊ പറഞ്ഞ ഒന്ന് നോക്കട്ടെ എങ്ങനെയുണ്ട് എന്ന്. എന്തായാലും അവർ നോക്കി, അവസാനം അവർക്ക് പിടികിട്ടി, കുഴപ്പക്കാരനല്ല. എന്തായാലും ആ അരിവാൾ ചുറ്റിയ നക്ഷത്രം കിട്ടിയപ്പോൾ തന്നെ എനിക്കൊരു ഭയങ്കര സന്തോഷമായി. പൊള്ളുന്ന ചൂടിനെ അവഗണിച്ചാണ് ഇടത് സ്ഥാനാർത്ഥിയുടെ മണ്ഡല പര്യടനം. പ്രചാരണത്തിന്റെ 2ാം ഘട്ടത്തിലേക്ക് കടന്ന ഇന്നസെന്റ് തുടർന്നുള്ള ദിവസങ്ങളിൽ മറ്റു മണ്ഡലങ്ങളിലൂടെയും തുറന്ന വാഹനത്തിൽ സഞ്ചരിച്ച് വോട്ടർമാരെ കണ്ട് പിന്തുണ തേടും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. LDF പാലക്കാട് മണ്ഡലം സ്ഥാനാർത്ഥി MP രാജേഷിന്റെ പുസ്തകം സംഘപരിവാറും കോർപ്പറേറ്റ് രാഷ്ട്രീയവും പ്രകാശനം ചെയ്തു. മന്ത്രി AK ബാലനാണ് പുസ്തക പ്രകാശനം നിർവഹിച്ചത്. സാഹിത്യകാരൻ മുണ്ടൂർ സേതുമാധവൻ ഏറ്റുവാങ്ങി. കഴിഞ്ഞ 5 വർഷക്കാലം വിവിധ വിഷയങ്ങളെക്കുറിച്ച് പത്രമാധ്യമങ്ങളിൽ MP രാജേഷ് എഴുതിയ ലേഖനങ്ങളുടെ സമാഹാരമാണ് ഈ പുസ്തകം. കോഴിക്കോട് പ്രോഗ്രസ് ബുക്സ് ആണ് പ്രസാധകർ. രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. ഊഹാഭോഗങ്ങൾക്ക് വിരാമം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ലെന്ന് നടനും മക്കൾ നീതിമയ നേതാവുമായ കമൽഹാസൻ. തനിക്ക് നൽകിയ പിന്തുണ സ്ഥാനാർത്ഥികൾക്ക് നൽകണമെന്നും ജനങ്ങളോട് കമൽഹാസൻ അഭ്യർത്ഥിച്ചു. ഏറെ നാളുകളായി ഉയർന്നുവന്ന അഭ്യൂഹങ്ങൾക്ക് വിരാമമിട്ടാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ലെന്ന് കമൽഹാസൻ പുതിയ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. മക്കൾ നീതിമയം പാർട്ടിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനിടെയായിരുന്നു പാർട്ടി പ്രസിഡന്റ് കൂടിയായ കമൽഹാസൻ തന്റെ നിലപാട് വെളിപ്പെടുത്തിയത്. എന്നാൽ തനിക്ക് നൽകിയ പിന്തുണ പാർട്ടിയുടെ കീഴിൽ മത്സരിക്കുന്ന മുഴുവൻ സ്ഥാനാർത്ഥികൾക്ക് നൽകണമെന്നും കമൽഹാസൻ അഭ്യർത്ഥിച്ചു. തമിഴ്നാട്ടിലെ മുഴുവൻ സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെയും കമൽഹാസൻ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇതിനിടെ 50 ലക്ഷം പേർക്ക് തൊഴിലും സ്ത്രീകൾക്ക് തുല്യവേതനവും വാഗ്ദാനം നൽകിയുള്ള മക്കൾ നീതിമയ്യത്തിന്റെ പ്രകടന പത്രികയും കമൽഹാസൻ പുറത്തിറക്കി. കർഷകർക്ക് 100% ലാഭം വാഗ്ദാനം ചെയ്യുന്ന തരത്തിലാണ് പ്രകടന പത്രിക. തമിഴ്നാടിന്റെ വികസനത്തിലൂന്നിയുള്ള പ്രചാരണമാകും പാർട്ടി നടത്തുകയെന്നും പ്രകടന പത്രികയിൽ വ്യക്തമാക്കുന്നു. അതേസമയം സമാന ചിന്താഗതിക്കാരായ പാർട്ടികളുമായി സഖ്യത്തിന് തയ്യാറാണെന്ന് പറയുന്ന മക്കൾ നീതിമയം പ്രസിഡന്റ് സഖ്യത്തിന് നേതൃത്വം നൽകുകയാണോ അതോ സഖ്യത്തിന്റെ ഭാഗമാവുകയാണെന്ന കാര്യത്തെക്കുറിച്ച് വ്യക്തമായി ഇതുവരെ പ്രതികരിച്ചിട്ടില്ലെന്നതും ശ്രദ്ധേയമാണ്. തമിഴ്നാടിന്റെ DNA-യിൽ മാറ്റം വരുത്താൻ ശ്രമിക്കുന്ന പാർട്ടികളുമായി സഖ്യം ചേരില്ലെന്ന്
കമലഹാസന്റെ മുൻ നിലപാടിനി എങ്ങനെയായിരിക്കുമെന്നാണ് തമിഴ്നാട് രാഷ്ട്രീയം ഉറ്റുനോക്കുന്നത്. ന്യൂസ് ഡെസ്ക്. തിരുവനന്തപുരം ബാൾട്ടൺ ഹില്ലിൽ യുവാവിനെ വെട്ടിക്കൊന്നു. അനിൽ എന്ന യുവാവാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രി 11 മണിയോടെയാണ് സംഭവം. ഗുണ്ടാ സംഘങ്ങൾ തമ്മിലുള്ള കുടിപ്പകയാണ് ആക്രമണത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ഗുണ്ടാ നേതാവ് സാബുവിന്റെ സംഘാംഗമായ ജീവനാണ് ആക്രമണം നടത്തിയതെന്ന് ദൃക്സാക്ഷികൾ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. നിരവധി കേസുകളിൽ പ്രതിയായ ജീവൻ ഒളിവിലാണെന്ന് പോലീസ് അറിയിച്ചു. മദ്യലഹരിയിലായിരുന്നു ആക്രമണം. റോഡിൽ ഗുരുതരമായി പരിക്കേറ്റ് കിടന്ന അനിലിനെ പോലീസ് എത്തി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. 1.5 വർഷം മുൻപ് അനിൽ ജീവന്റെ വീട്ടിൽ കയറി ആക്രമിച്ചിട്ടുള്ളതായി പറയുന്നു. ഇതിന്റെ പകയാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് പോലീസ് നിഗമനം. സ്ഥലത്ത് പോലീസ് സുരക്ഷ ശക്തമാക്കി. സംസ്ഥാനത്ത് സൂര്യാഘാത മുന്നറിയിപ്പ് തുടരുന്നു. 11 ജില്ലകളിൽ ഇന്നും നാളെയും ചൂട് വീണ്ടും കൂടുമെന്ന മുന്നറിയിപ്പ്. പകൽ 11 മണി മുതൽ ശേഷം 3 മണിവരെ ആരും സൂര്യാതാപം നേരിട്ട് ഏൽക്കരുതെന്ന് ആരോഗ്യവകുപ്പും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇന്നലെ മാത്രം 10 പേർക്കാണ് സംസ്ഥാനത്ത് സൂര്യാഘാതം ഏറ്റത്. ന്യൂസിലൻഡിൽ വെടിവയ്പിൽ മരിച്ച ആൻസി അലി ബാവയുടെ മൃതദേഹം ഇന്ന് പുലർച്ചെ 3:15 നെടുമ്പാശ്ശേരിയിൽ എത്തിച്ചു. MLA-മാരായ അൻവർ സാദത്ത്, ഹൈബി ഈഡൻ, ഇബ്രാഹിം കുഞ്ച്, റോജി എം ജോൺ, ഇരിങ്ങാലക്കുട RDO കാർത്തിയായനി ദേവി, മുൻ MLA ബെന്നി ബെഹനാൻ, ബന്ധുമിത്രാദികൾ എന്നിവർ ചേർന്ന് ആൻസി അലി ബാവയുടെ മൃതദേഹം ഏറ്റുവാങ്ങി. കൊടുങ്ങല്ലൂർ മേത്തല കമ്മ്യൂണിറ്റി ഹാളിൽ രാവിലെ 10:30 വരെ മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കും. തുടർന്ന് 11 മണിക്ക് ചേരമാൻ ജുമാ മസ്ജിദിൽ ഖബറടക്കും.